ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ യൂണിറ്റ്സ് അതായത് ഓട്ടോകാഡിലെ ഡ്രോയിങ് യൂണിറ്റ്സും അതുപോലെ DWG യൂണിറ്റ്സ് എന്നൊരു കമാൻഡും ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ എന്താണ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ നോർമലി ഇപ്പോൾ ഒരു സ്കെയിലും അതുപോലെ പെൻസിലൊക്കെ വെച്ച് വരയ്ക്കുക അല്ലെങ്കിൽ പേന വെച്ച് വരയ്ക്കുവാണെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇപ്പം നമുക്കൊരു 10 സെൻറ്റിമീറ്റർ എന്നൊരു ഓപ്ഷൻ, ഇപ്പം സ്കെയിൽ സെൻറ്റിമീറ്ററിൻ്റെ അല്ലേ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് 10 സെൻറ്റിമീറ്റർ എന്നൊരു ലെങ്ത് വരയ്ക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആ സ്കെയിൽ എടുത്തിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം എനിക്കൊരു 10 സെൻറ്റിമീറ്ററുള്ള ലൈൻ വരയ്ക്കണമെങ്കിൽ ആദ്യം നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്യണം. ഡിഫോൾട്ടായിട്ട് ഏതെങ്കിലും ഒരു യൂണിറ്റിലായിരിക്കും കിടക്കുന്നത്. അതല്ല, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന യൂണിറ്റ് തന്നെ സെറ്റ് ചെയ്യണമെങ്കിലുള്ള ഓപ്ഷനാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള കമാൻഡാണ് UN എന്ന് പറയുന്നത്. UN. അപ്പോൾ നമ്മൾ ഈ ഒരു ഡൈനാമിക് ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. കമാൻഡ് എന്ന് പറയുന്നത് F12 എന്നാണ്. F12 എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഡൈനാമിക് ഇൻപുട്ട് ഓഫ് ആക്കി ഇട്ടേക്കുവാണെങ്കിൽ UN എന്ന് ടൈപ്പ് ചെയ്താൽ വരുന്നതെന്ന് വെച്ചാൽ നേരെ നമ്മുടെ ഈ ഒരു കമാൻഡ് പ്രോംപ്റ്റിലായിരിക്കും UN എന്ന് ടൈപ്പ് ചെയ്താൽ വരുന്നത്. UN എന്ന് വെച്ചാൽ യൂണിറ്റ്സ് എന്നുള്ളതിൻ്റെ കമാൻഡാണ്. ഇനി അതല്ല, ഈ F12 ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ UN എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ UN എന്ന് ടൈപ്പ് ചെയ്താൽ നമ്മുടെ കർസറിൻ്റെ കൂടെ ആയിരിക്കും വരുന്നത്. ഇത് രണ്ടാണെങ്കിലും വർക്കിംഗ് സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കമാൻഡ് ടൈപ്പ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡ്രോയിങ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ബോക്സ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ വരുന്നത് ലെങ്ത് റിലേറ്റഡ് കാര്യങ്ങളും ഇവിടെ വരുന്നത് ആംഗിളിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഓട്ടോകാഡിൽ നമ്മുടെ ആംഗിൾ കാര്യങ്ങളെല്ലാം നമ്മുടെ സെയിം പ്രൊട്രാക്ടറിൽ എങ്ങനെയാണോ ആംഗിൾ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ, അതുപോലെ തന്നെയാണ് ഈ സോഫ്റ്റ്വെയറിലും ആംഗിളിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അത് നമുക്ക് ക്ലോക്ക് വൈസ് കാണിക്കണമെങ്കിലാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്, ക്ലോക്ക് വൈസ് എന്നുള്ളത്. അത് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഡിഫോൾട്ട് ആയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് കിടക്കുന്നത്. ആദ്യത്തെ പോർഷനാണ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ലെങ്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെ കാണിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ഇവിടെ ഡെസിമൽ എന്നാണ് കിടക്കുന്നത്. അതാണ്ട് ഇവിടെ സാമ്പിൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പം ഫസ്റ്റ് ലൈനിൽ കാണിച്ചേക്കുന്ന ലെങ്തിൻ്റെയും രണ്ടാമത്തെ ലൈനിൽ കാണിച്ചേക്കുന്ന ആംഗിളിൻ്റെയാണ്. ഇവിടെ ഇപ്പോൾ ലെങ്ത് ഡെസിമൽ എന്നാണ്, ആംഗിളും ഡെസിമൽ ഡിഗ്രിയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം ഡെസിമൽ എന്ന് കൊടുത്തേക്കുന്നുണ്ട്. ഇപ്പം ഒരു സെയിം ലെങ്തിൻ്റെ തന്നെ പല റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ 1.5 എന്നായിരിക്കും ഒരു ഡെസിമൽ എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ ഇട്ടേക്കുന്നതെങ്കിൽ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇതിൽ തന്നെ ഞാനിപ്പോൾ ഈ ടൈപ്പ് എന്ന് പറഞ്ഞതിനകത്ത് തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിലിവിടെ ഫ്രാക്ഷണൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫ്രാക്ഷണൽ എന്നുള്ളതാണ് ഇട്ടേക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ 1.5 എന്നുള്ളതിനെ തന്നെ ആ 0.5നെ 1/2 എന്നുള്ള രീതിയിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഫ്രാക്ഷൻ്റെ രീതിയിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഡെസിമൽ എന്നുള്ളതാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഡിജിറ്റ് എന്നുള്ള രീതിയിലും, ഫ്രാക്ഷണലാണെങ്കിൽ ഫ്രാക്ഷണൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് ആർക്കിടെക്ചറിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ്. അതായത് ഇപ്പം നമുക്ക് ഡ്രോയിങ് കാര്യങ്ങൾ ഇപ്പം ഈ ഫീറ്റ് ആൻഡ് ഇഞ്ചസിലൊക്കെ കാണിക്കണം. ഓക്കെ, ആ ഫീറ്റ് ആൻഡ് ഇഞ്ചസ് കാണിക്കണമെങ്കിൽ, അതായത് ഇമ്പീരിയൽ ഡ്രോയിങ്സ് ഒക്കെ കാണിക്കണമെങ്കിലാണ് നമ്മൾ മെയിനായിട്ട് ഈ രണ്ട് ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാനിപ്പം ആദ്യം ആർക്കിടെക്ചറിൽ നിന്നുള്ള ഓപ്ഷൻ എടുക്കുവാണ്. അപ്പോൾ ആർക്കിടെക്ചറിൽ നിന്നുള്ള എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെപ്രസെൻറ്റേഷൻ വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. സാമ്പിൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1.5 എന്നുള്ളതിൻ്റെ തന്നെ കാണിച്ചേക്കുവാണ്. അതുകൊണ്ടാണ് ഇവിടെ 1 and 1/2 എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഇത്ര ഇഞ്ചസ് എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചു തരും. ഓക്കെ, ഇനിയും അതല്ല, ഇവിടെ ഞാൻ ഇട്ടേക്കുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് എന്നാണ് വെച്ചാൽ. എഞ്ചിനീയറിംഗ് എന്നാണെങ്കിൽ ആ പറഞ്ഞ സെയിം തന്നെ, അതായത് നമ്മൾ ഡെസിമലിൽ കണ്ടതിൻ്റെ കൂട്ടാൻ ഈ പറഞ്ഞ 1 and 1/2 വരെ 1.5 ഇഞ്ചസ് എന്നുള്ള രീതിയിലായിരിക്കും റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നത്. ഇനി ലാസ്റ്റ് ഓപ്ഷനാണ് സയൻറ്റിഫിക് എന്ന് പറയുന്നത്. സയൻറ്റിഫിക് എന്നുള്ള രീതിയിൽ ഇടുവാണെങ്കിൽ നമുക്ക് വലിയ വലിയ ലെങ്ത് ഒക്കെ ആണെങ്കിൽ E⁻² എന്നൊക്കെയുള്ള ഫോർമാറ്റിൽ കാണിക്കണമെങ്കിൽ ഈ ഒരു സയൻറ്റിഫിക് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. ഞാനിവിടെ ഡെസിമൽ എന്നുള്ളത് തന്നെ ഇട്ടു. എന്നിട്ട് പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര സീറോ വേണമെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ആംഗിളിൻ്റെ കേസ് വരുമ്പോൾ ഇവിടെ ഡെസിമൽ ഡിഗ്രിയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 45 ഡിഗ്രി എന്നുള്ള രീതി കാണിച്ചേക്കുന്നത്. ഇതിൻ്റെ തന്നെ ആംഗിളിന് തന്നെ പല യൂണിറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇപ്പം ഡിഗ്രി മിനിറ്റ് സെക്കൻഡ് എന്നുള്ള റെപ്രസെൻറ്റേഷൻ ആണ് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ
45 ഡിഗ്രി എന്നുള്ള രീതിയിൽ കാണിക്കും. ഇനി 45 ഡിഗ്രി 0 മിനിറ്റ് ആ രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ കിട്ടും. അതല്ല ഗ്രേഡിയൻസ് ആണ് വേണ്ടത്, ഗ്രേഡിയൻസ് എന്നിട്ടാൽ 50 ഗ്രേഡിയൻ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അടുത്തൊരു ഓപ്ഷനാണ് റേഡിയൻസ് എന്ന് പറയുന്നത്. റേഡിയൻസ് ആണെങ്കിൽ ഈ പറഞ്ഞ 45 എന്നുള്ളതിനെ തന്നെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ 0.75 റേഡിയൻസ് എന്നായിരിക്കും കിട്ടുന്നത്. അതല്ല ഇവിടെ സർവേയർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതാണെങ്കിൽ നമ്മളിവിടെ ഈ നോർത്ത് ഈസ്റ്റ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഉള്ള റെപ്രസെൻറ്റേഷൻ ഒക്കെ വേണമെങ്കിൽ ഈ സർവേയർ യൂണിറ്റ്സ് എന്നുള്ള എടുക്കുക. നമ്മളിവിടെ തിരിച്ച് ഡെസിമൽ ഡിഗ്രി എന്ന് തന്നെ കൊടുത്തു. ഇവിടെയും പ്രസിഷൻ വാല്യൂ എത്ര ഡെസിമൽ പോയിന്റ് വേണമെന്ന് വെച്ചാൽ കൊടുക്കും. പിന്നെ ഇവിടെ ഇൻസേർഷൻ സ്കെയിൽ എന്ന് പറയുന്നത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് മില്ലിമീറ്റർ ആണെങ്കിൽ വേണമെങ്കിൽ മില്ലിമീറ്റർ എന്ന് കൊടുക്കാം. അതുപോലെ ഇഞ്ച് ആണെങ്കിൽ ഇഞ്ചസ്, സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ, ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ മില്ലിമീറ്റർ എന്നിട്ടു, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി ഞാനൊരു ലൈൻ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 50 എന്നൊരു വാല്യൂ കൊടുക്കുകയാണെന്ന് വെച്ചാൽ 50 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മളിവിടെ ഈ ഡയമെൻഷൻ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുമല്ലോ. ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ 50 മില്ലിമീറ്റർ എന്നുള്ളതായിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ആ യൂണിറ്റ് നമ്മൾ ഇപ്പം ചുമ്മാ ഒരു ലൈൻ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഡിഫോൾട്ട് എന്ത് യൂണിറ്റ് ആണ് കിടക്കുന്നത് അതിൻ്റെ ആയിരിക്കും റെപ്രസെൻറ്റേഷൻ നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷനാണ്. ഇപ്പം നമ്മളൊരു എക്സിസ്റ്റിംഗ് ഡ്രോയിങ്ങിൽ ഇപ്പം നമ്മൾ മില്ലിമീറ്ററിലിട്ടാണ് വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 50 മില്ലിമീറ്റർ എന്നാണ് കിടക്കുന്നത്. എനിക്കിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഡ്രോയിങ്ങിൻ്റെ യൂണിറ്റ് മാറ്റണമെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെ യൂണിറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ യൂണിറ്റ് ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. അതിനുവേണ്ടിയുള്ള ഓപ്ഷനാണ് ഡ്രോയിങ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഒരു ഹൈഫൺ ഇടുക. ഹൈഫൺ ടൈപ്പ് ചെയ്തിട്ട് DWG യൂണിറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഹൈഫൺ DWG യൂണിറ്റ്സ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ എന്താണ് ഇതുപോലൊരു വിൻഡോ വരും. ഇതിൽ ഡ്രോയിങ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ ഇഞ്ച്, ഫീറ്റ് അങ്ങനെ കുറേ യൂണിറ്റ്സും അതിനൊരു നമ്പറുകളും കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ യൂണിറ്റ് ഓഫ് ലെങ്ത് എന്നുള്ള രീതിയിൽ ഇവിടെ ഇപ്പോൾ 3 എന്നാണ് കിടക്കുന്നത്. ഇവിടെ ആക്റ്റീവായി കിടക്കുന്നത് മില്ലിമീറ്റർ എന്നുള്ള യൂണിറ്റ് ആണ്. എനിക്കിത് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ സെൻറ്റിമീറ്ററിൻ്റെ നമ്പർ എത്ര എന്ന് നോക്കുക, 4 എന്ന് കൊടുത്തു. എന്നിട്ട് ബാക്കി വരുന്ന എല്ലാ ഓപ്ഷനും നമ്മൾ എൻ്റർ അടിച്ച് പോയാൽ മതി. ഓക്കെ, എന്നിട്ട് തിരിച്ചിവിടെ കമാൻഡ് എന്നുള്ള രീതി വരുന്നിടം വരെ എൻ്റർ അടിച്ച് പോവുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ 50 മില്ലിമീറ്റർ എന്നുള്ളതായിരുന്നു കിടന്നത്. ഇപ്പോൾ ആ ഒരു ലൈൻ വരച്ച് പോയി. അപ്പോൾ നമ്മൾ ജസ്റ്റ് കിട്ടാൻ വേണ്ടി ഇസഡ് എൻ്റർ എൻ്റർ എന്ന് കൊടുത്തു. അപ്പോൾ ആ ഒരു ലൈൻ മാത്രമേ ഉള്ളതുകൊണ്ട് അത് മാത്രം കാണുന്ന രീതിയിൽ നമുക്ക് ഈ സ്ക്രീൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പം ആ പറഞ്ഞ 50 mm എന്നുള്ള സാധനം സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ടായി. അതായത് 5 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്കിവിടെ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നത്. ഇതുപോലെ തന്നെ തിരിച്ചെനിക്കിത് മില്ലിമീറ്റർ ആക്കണമെങ്കിൽ ഈ സെയിം കമാൻഡ് തന്നെ എടുക്കുക. 4 എന്നുള്ളതിന് പകരം 3 കൊടുത്ത് എൻ്റർ അടിച്ച് പോവുക. എന്നിട്ട് കമാൻഡ് എന്നുള്ള പോർഷൻ ഒന്ന് ക്ലോസ് ചെയ്തു. ഇനി തിരിച്ച് ഇസഡ് എൻ്റർ എൻ്റർ. അപ്പോൾ നമുക്കിവിടെ 50 എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റേഷൻ കിട്ടും. ഓക്കെ, അതേ സ്ഥാനത്ത് ഇപ്പം നമ്മൾ യൂണിറ്റ് എടുത്തിട്ട് ഇവിടെ ഇപ്പം മില്ലിമീറ്റർ എന്നുള്ളത് സെൻറ്റിമീറ്റർ എന്ന് മാറ്റി നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ 50 എന്നുള്ളിടത്ത് ചേഞ്ച് കാര്യങ്ങളൊന്നും വരത്തില്ല. ഓക്കെ ആണോ? അപ്പം നമുക്ക് ആ ഒരു കൺവേർഷൻ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഹൈഫൺ DWG യൂണിറ്റ് എന്നുള്ളത് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.